എമ്പുരാൻ വീണ്ടും വിവാദങ്ങളിലേക്ക്. ഇപ്പോഴത്തെ വിവാദം വേറൊന്നുമല്ല. ഒരു മഹാൻ പറഞ്ഞു, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അതിലെ രാജ്യദ്രോഹം ഉണ്ടെന്ന് പറഞ്ഞു. എന്തോ രാജ്യദ്രോഹം എന്ന് പറഞ്ഞു കേട്ടില്ല. ഞാനത് കാണാത്തതുകൊണ്ട് രാജ്യദ്രോഹം ഉണ്ടോയെന്ന് എനിക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. രാജ്യദ്രോഹം ഉള്ളതായിട്ടിരുന്നാൽ ഈ പറയുന്ന തർക്കങ്ങളിൽ നിന്ന് രാജ്യദ്രോഹം ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടില്ല. ഗുജറാത്ത് കലാപത്തിന്റെ ഏതോ ഒരു ഭാഗം മാത്രം കാണിച്ചു, മൊത്തം കാണിച്ചിട്ടില്ല എന്നുള്ള അലിഗേഷനാണ് ഇതിന്റെ പേരിലുള്ളത്. ഇനി അത് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും രാജ്യദ്രോഹമാവും. ഇതൊന്നും രാജ്യദ്രോഹമല്ല. എന്താണ് രാജ്യദ്രോഹം എന്ന് പറയുന്ന അറിയാൻ വയ്യാത്ത ആളാണ് ഇതിനെക്കുറിച്ച് വിളിച്ചു പറയുന്നത്. അതങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാജ്യദ്രോഹം ആണ് അതിനകത്ത്. ഇതൊരില്ലാത്ത ഒരു കേസാണ്. ഇനി ശ്രീ പൃഥ്വിരാജൊക്കെ ഉണ്ടല്ലോ, ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ മുരളി ഗോപി ഒക്കെ സൂക്ഷിക്കുക. കാരണം നിങ്ങൾ രാജ്യദ്രോഹികളായിട്ട് നിങ്ങളെ ചിത്രീകരിക്കപ്പെടും. അതാണ് പ്രശ്നം. നിങ്ങൾ രാജ്യദ്രോഹികളായി കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് വലിയ ഒഫൻസാണ്. അതിനുള്ള കേസ് വരും. അപ്പോൾ അതിലേക്കുള്ള ഒരു നീക്കമാണോ ഈ രാജ്യദ്രോഹം പറഞ്ഞു തുടങ്ങിയേക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അത് വളരെ BJP അനുഭാവിയായിട്ടുള്ള ഒരാളാണ് അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. രാജ്യദ്രോഹം എന്തുവാണ് രാജ്യദ്രോഹം എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുകൂടി ഒരാൾ ഒരു കഥ എഴുതുന്നു. അത് അയാളുടെ കഥയാണ്, അയാളുടെ ബ്രെയിൻ ചൈൽഡാണ് അത് എഴുതി. അത് ഒരാൾ സംവിധാനം ചെയ്യുന്നു, ഒരു സിനിമയാക്കി. അതും അയാളെ ഞാൻ പറഞ്ഞില്ലേ, അതൊരു ബ്രെയിൻ ചൈൽഡാണ്. അത് വളരെ ആർട്ടിസ്റ്റിക് സെൻസോട് കൂടി ഒരാൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെ അംഗീകരിച്ചത് ഇഷ്ടമല്ലെങ്കിൽ അത് കാണാൻ പോണ്ട. അതിന് പകരം ഇത് രാജ്യദ്രോഹമാണ് എന്ന് പറഞ്ഞാൽ വേറെ എത്ര സിനിമകൾ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും രാജ്യദ്രോഹമാണെന്ന്. ഒരു സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതാണ്. ഒരാൾ പറഞ്ഞു, അത് അയാളുടെ വ്യൂ ആണ്. അത് സത്യമാണ് എന്ന് പറഞ്ഞത് എഴുതി കാണിച്ചിട്ട് നടന്ന സംഭവമാണെന്ന് എഴുതി കാണിച്ചാൽ അത് പ്രശ്നമാണ്. കാരണം സത്യമായിട്ട് പൊരുത്തപ്പെടണം. ഇല്ലെങ്കിൽ അത് കഥയാണ്. അങ്ങനെ വരുള്ളൂ. അങ്ങനെ വരുന്ന ഉടനെ ഇങ്ങനൊരു പ്രശ്നം വന്നു. ഇനി ശ്രീ ഗോകുലം ഗോപാലനാണ് ഇത് ഈ സിനിമ നിർമ്മിച്ചേക്കുന്നത് കേട്ടോ. അതിന് പണം മുടക്കി നിർമ്മിച്ചേക്കുന്നത്. അദ്ദേഹം ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്. വളരെ വളരെ നല്ല സിനിമകൾ ധാരാളം എടുത്തിട്ടുണ്ട്. ഈ എമ്പുരാൻ അങ്ങനെയുള്ള ഒരു സിനിമ ആയിട്ട് അദ്ദേഹം എടുത്തതായിരിക്കാം, എനിക്കറിയില്ല. ഏതായാലും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതോ മോഹൻലാലൊക്കെയാണ്. മലയാളത്തിൻ്റെ ഒരു മഹാനടൻ, ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടൻ. അദ്ദേഹം ആണ് ഇതിനകത്ത് ഒരു ലീഡ് റോള്. അപ്പോൾ അതുകൊണ്ട് പൃഥ്വിരാജുണ്ട്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. നല്ലൊരു നടനാണ്. അത് ധാരാളം സിനിമകൾ ആ രീതിയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള നടന്മാർ, ബാക്കി അധികം ആരൊക്കെയാണ് നടിനടന്മാരെന്ന് എനിക്കറിയണം. മഞ്ജു വാര്യർ അതിലുണ്ട്, ടോവിനോ ഉണ്ട്. ഇതൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഞാനിത് കണ്ടിട്ടൊന്നുമില്ല. ഇവരുടെ റോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതിനകത്ത് ഇപ്പോൾ വന്നേക്കുന്നത് എന്താ, ശ്രീ ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിൽ പെട്ടെന്ന് ED റെയ്ഡ് നടക്കുന്നു. അതായത് ഇവിടുത്തെ ഗോകുലം ഹോട്ടൽ ഗോകുലത്തിലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ചിട്ടി സ്ഥാപനങ്ങളിലും അതേപോലെ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലുള്ള വസതിയിലുമൊക്കെ ഇപ്പോൾ റെയ്ഡ്, EDയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ED ഇങ്ങോട്ട് ഇറങ്ങുന്നതിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ED എപ്പോഴാണ് ഇറങ്ങുന്നതെന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ, അതായത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പല ആളുകളും ഈ സിനിമയ്ക്കെതിരെ ഘോരഘോരം അങ്ങോട്ട് സംസാരിക്കുന്നത് കേട്ടു കേട്ടോ. ഇത് പാർലമെൻറ്റിലുമൊക്കെ അങ്ങ് കത്തിച്ചു വിടുകയാണ് ആ സംസാരിക്കുന്നത് കേട്ടു. അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ വ്യക്തിവിരോധം തീർക്കുന്നതാണ്. ഈ പൃഥ്വിരാജിനോട് വല്ല വിരോധം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടേക്കും, എനിക്കറിയില്ല. ആ വ്യക്തിവിരോധം ഒക്കെ തീർക്കുന്നതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ആ വ്യക്തിവിരോധം തീർക്കാനായിട്ട് അദ്ദേഹത്തിനെ മൂടോടുകൂടി നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങേണ്ട കാര്യമുണ്ട്. ആ ചെറുപ്പക്കാരൻ ഒരുപാട് പണം, ഒരുപാട് കഴിവുള്ള ആളാണ്. സുകുമാരൻ എന്ന് പറയുന്ന മഹാനടന്റെ മകനാണ്. ആ സുകുമാരനെ വെല്ലുന്ന രീതിയിലുള്ള അഭിനയം മികവ് പൃഥ്വിരാജ് കാഴ്ചവെക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ സഹോദരനും അതുപോലെ കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ ഉള്ള അഭിനയം എനിക്ക് ഇവരെ രണ്ടുപേരും വളരെ ഇഷ്ടമാണ്. നേരിട്ട് പരിചയമൊന്നുമില്ല. അവർ കലാകാരന്മാരെന്നുള്ള നിലയ്ക്ക് ഞാൻ കാണുന്നതാണ്. അങ്ങനെ അവരുടെ അടുത്ത് എനിക്ക് താല്പര്യമുണ്ട്. മോഹൻലാലിൻ്റെ സിനിമകളെല്ലാം കാണുമല്ലോ. കാരണം എന്താ, അദ്ദേഹം വലിയൊരു നടനാണ്. ശ്രീ മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം ഞാൻ കാണും. അത് കാരണം മമ്മൂട്ടി ഒരു മഹാനടനാണ്. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് നടീനടന്മാരുണ്ട്. അവരുടെയൊക്കെ സിനിമകളെല്ലാം കാണും. എപ്പാർട്ട് ഫ്രം ദാറ്റ് അവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് ഞാൻ നോക്കാറില്ല. ഇനി ശ്രീ ഗോകുലം ഗോപാലൻ, അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ EDയുടെ റെയ്ഡ് വരാൻ ഒരു 2 കാരണങ്ങളുണ്ട്.
ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ SNDP-യിലെ പ്രവർത്തനം. അതാണ് അത്. അദ്ദേഹം ഒരു റിബലായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഈ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടൊക്കെ വളരെ അടുപ്പമൊക്കെ ഉണ്ട്. ആ രീതിയിലൊക്കെ ആവുമ്പോൾ ഒന്നാമത് അങ്ങനെ വരാം. പിന്നെ രണ്ട്, ഇപ്പം പെട്ടെന്ന് വന്നേക്കുന്നത് ഈ എമ്പുരാനാണ് കാര്യം. എമ്പുരാൻ BJP-യുടെ കണ്ണിലെ കരടായിട്ട് മാറി. അതായിരിക്കാം ചിലപ്പോൾ കാര്യം. ഏതായാലും നമുക്ക് ആ റെയ്ഡ് കാത്തിരുന്ന് കാണാം. ED-യുടെ ഒരു ചരിത്രവും സ്വഭാവവും വെച്ച് നോക്കിയാൽ എവിടെ വളക്കൂറുള്ള മണ്ണ്, അതായത് അങ്ങനെ അവർക്ക് BJP-ക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടോ, അല്ലെ സെൻട്രൽ ഗവൺമെൻറ്റിന് എൻ്റെ കണ്ണിൽ കരടാകുന്ന ആരെങ്കിലും ഉണ്ടോ, അല്ലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവരുടെ പിടിയിലേക്ക് കൊണ്ടുവരാൻ ആരെങ്കിലും കൊണ്ടുവരാനുള്ള താല്പര്യമുണ്ടോ, അവിടെയെല്ലാം ഈ 2-3 മെഷീനറി ഉണ്ട് ഇപ്പം ചെന്ന് കയറുന്നത്. അതിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ED വന്ന് കയറും. കരുവന്നൂരും ED വന്നു. എന്താ, അന്ന് ഇലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. വന്ന് നോക്കിയപ്പോൾ EDക്ക് ആവശ്യമുണ്ട്, വന്ന് കയറിയിട്ട് അങ്ങനെ വന്നു. ഇനി ഇപ്പോഴ് ഉള്ള വരവ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ഒരു ഹിന്ദു ഐക്യവേദി, അങ്ങനെ കുറേ സംഘടനകൾ എന്തിനാണ് ഒരു കലാരൂപത്തിനെതിരെ ഒരു 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 ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പോഴും എനിക്കറിഞ്ഞൂടാ. ഏതായാലും ശരി, അത്രത്തോളം വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇപ്പോൾ ഈ ED വന്ന് ഇപ്പോൾ നോക്കുന്നത് ഈ ശ്രീ ഗോകുലം ഗോപാലിൻ്റെ സ്ഥാപനങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്. അത് കാരണം എമ്പുരാനാണ് സംഭവം. അത് ഇവിടുത്തെ എമ്പുരാൻ പോയി അവിടെ പോയി എമ്പുരാൻ ചെയ്യിപ്പിക്കുന്നതാണ്. അതാണ് കാര്യം, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അത് ഞാൻ എന്താണെന്നൊന്നും അതിൻ്റെ പുറകിൽ കളിക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല. മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവും എന്ന് ഈ ചെയ്യിപ്പിക്കുന്നവർ തിരിച്ചറിയണം, ഈ ചെയ്യുന്നവർ തിരിച്ചറിയണം. ജനങ്ങൾ പൊട്ടന്മാരല്ല ഇവിടെ ഉള്ള ആളുകൾ, ഇവിടെ വിവരമുള്ള ആളുകളാണുള്ളത്. അവരിത് തിരിച്ചറിയും, മനസ്സിലാക്കും എന്ന് നിങ്ങളും വിചാരിക്കണം. അതാണ് വേണ്ടത്. ഇനി ഇതൊക്കെ പറയാൻ വരുന്നുടനെ ഞാൻ ഈ അതായത് ഏതെങ്കിലും ഒരു, എനിക്ക് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആരെയും പറയാം. എല്ലാ രാഷ്ട്രീയക്കാരെയും എനിക്ക് കുറ്റം പറയാൻ പറ്റും. ഞാൻ നോക്കുന്നത് സത്യവും നീതിയും എവിടെ കാണുന്നു അതനാണ് ഞാൻ നോക്കുന്നത്. അതില്ലാതാകുന്നിടത്ത് എന്നെ തെറി വിളിച്ചാലും ശരി, ഞാൻ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കാണുമ്പോൾ, അതായത് ഇവിടെ നീതിരാഹിത്യം ഞാൻ കാണുന്നത് ആ ചെറുപ്പക്കാരൻ ഇറക്കിയ ആ സിനിമയിൽ ഇത്രത്തോളം വികലമായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുന്നവരോടത്ത് എനിക്ക് വിരോധം തോന്നുന്നു. ശരിയാണ്, ന്യായമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു മലയാളിയാണ് അയാൾ, എനിക്ക് അയാളോട് കൂടുതൽ സ്നേഹമുണ്ട്, സത്യവുമാണ്. പിന്നെ രാജ്യദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് ക്രിമിനൽ കേസ് എടുക്കണം നിങ്ങൾ. അതാ ചെയ്യേണ്ടത്. രാജ്യദ്രോഹം ചെയ്തേക്കുന്നത്, രാജ്യദ്രോഹം നിങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയിലോട്ട് എന്നുവെച്ചാൽ മതി. ഏതെങ്കിലും അവിടെ എവിടെയെങ്കിലും ഇതുപോലെ വിളിച്ച് നിന്ന് പുലമ്പാവുന്നുള്ളതല്ലാതെ കോടതി പോയി പറയാൻ പറ്റുമോ രാജ്യദ്രോഹമെന്ന്? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതേ ഞാൻ പറയുന്നുള്ളൂ. അത് ഇനി ആരായാലും ഏത് രാഷ്ട്രീയമായാലും, ഇത് കോൺഗ്രസ്സുകാർ ചെയ്താലും ഞാൻ ഇതിന് കുറ്റം പറയും, മാർക്സിസ്റ്റുകാർ ചെയ്താലും കുറ്റം പറയും, BJP-കാർ ചെയ്താലും കുറ്റം പറയും, അതിൽ മുസ്ലിം ലീഗ് ചെയ്താലും പറയും. ആര് ചെയ്താലും ഈ കുറ്റം കുറ്റമായിട്ട് കാണണം. അതാണ് വേണ്ടത്. നമുക്ക് സത്യം തിരിച്ചറിയാൻ പഠിക്കുക. ഇനിയെങ്കിലും ഇനി ശ്രീ പൃഥ്വിരാജിനോടൊരു വാക്ക്, ഭയന്നിരുന്നോണം. കാരണം നിങ്ങളുടെ ഇനി വീട്ടിൽ ED കയറി ഇറങ്ങുന്നത് എന്നാണെന്നുള്ളതിനെ കുറിച്ച് നോക്കണം കേട്ടോ. EDക്ക് സ്വമേധയ ഒരു കേസ് അന്വേഷിക്കാനുള്ള അധികാരമില്ല കേട്ടോ. EDക്ക് വേറെ ഏതെങ്കിലും ഒരു ഏജൻസി, ഇപ്പോൾ ഇൻകം ടാക്സോ CBI-യോ അതെങ്ങാണോ അന്വേഷിച്ചിട്ട് ഈ കുഴൽപ്പണത്തിൻ്റെ ഇടപാടുണ്ട് അല്ലെങ്കിൽ കള്ളപ്പണത്തിൻ്റെ ഇടപാടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ EDക്ക് വന്ന് കയറാൻ പറ്റുള്ളൂ, PMLA ആക്ട് അനുസരിച്ച്. അല്ലാതെ കയറാനൊന്നും പറ്റത്തില്ല EDക്ക്. അതുകൊണ്ടാണ് ശ്രീ പൃഥ്വിരാജ് ഇപ്പം നിന്ന് വിളിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ED വരും, സൂക്ഷിക്കുക.